വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഈ ഒരു മോഡൽ എപ്പോഴും നമ്മൾ പുതിയ ഡിസൈൻസ് കൊണ്ടുവരും. കാരണം ഇത് ഡെയിലി യൂസിന് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു ഐറ്റം ആണ്. ഇപ്പം ഞാൻ എപ്പോഴും ഇടുന്ന പോലത്തെ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയാം. ഇതൊക്കെ കുറച്ച് നമുക്ക് സിമ്പിൾ ഐറ്റം അല്ലാതെ കുറച്ചൊരു വെറൈറ്റി പാറ്റേൺ നിൽക്കുന്ന കേട്ടോ. മാറി മാറിയൊക്കെ ഇടാൻ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇതിലിങ്ങനെ ലോക്കറ്റ് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടൊരു ചെറിയ ലോക്കറ്റ് ഇവിടെയുണ്ട്. പിന്നെ ഇതിങ്ങനെ ഓടി നടക്കുന്ന പോലെ കേട്ടോ. ഇതിങ്ങനെ അനങ്ങും. ഇത് നമ്മുടെ ഇവിടെയാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. ലെങ്തിനനുസരിച്ച് ഇത് കയറ്റി ഇറക്കിയും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ഇങ്ങനത്തെ മോഡലിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറി മാറി എപ്പോഴും വേറെ വേറെ പാറ്റേണിൽ നമുക്ക് ഇടാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ അകത്തെ ആ ഒരു ഡിസൈനൊക്കെ അകത്ത് ഈ പേളിൻ്റെ അകത്ത് വരുന്ന സൈസ് ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു വൈറ്റ് കളർ ലിക്വിഡ് പോലത്തെ ഡിസൈനാണ്. അതിൻ്റെ അകത്ത് ഫുൾ AD സ്റ്റോൺ തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്ട്രാ നമുക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ ഇത്രയും ചെയിനും കൊടുത്തിട്ടുണ്ട്. 6 പിടിയായിട്ട് ഞാനൊക്കെ ഇടുന്ന പോലെ അത്രയും 6 പിടിയായിട്ട് ഇടുന്ന കാണാൻ ഭംഗി. കുറച്ചുകൂടെ ലെങ്ത്തിലാണെങ്കിലും ഇടാൻ പറ്റും കേട്ടോ. കാരണം അത് കഴുത്തെ ചേർന്ന് കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും AD സ്റ്റോണിൻ്റെ ഭംഗി കിട്ടുള്ളൂ. ഈ ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് വെബ്സൈറ്റിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ അകത്തുനിന്ന് വേറെ സെലക്ട് ചെയ്യണമെങ്കിൽ ഫോട്ടോയ്ക്കകത്ത് ബൈനോ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ കൊടുത്താൽ മതി. മേടിക്കാൻ ആ ഒരു ടൈമിൽ തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഐറ്റം തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഫോട്ടോ കാണണമെങ്കിൽ നമ്പർ വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത്. നമ്പർ വരുന്നത് 625, റേറ്റ് 460 മാത്രമേ ഉള്ളൂ, 460. നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിക്കും, പക്ഷെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ആഗ്രഹം ഇങ്ങനെ വളരെ സിമ്പിളിനേക്കാളും കുറച്ച് വെറൈറ്റി ലുക്കിൽ തോന്നിക്കണം. സിമ്പിൾ ആയിരിക്കണം പക്ഷെ വെറൈറ്റി ആയിരിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ് മിക്കവരും. എനിക്ക് പിള്ളേർ സെറ്റൊക്കെ എന്തായാലും ഇതൊക്കെ ഇഷ്ടപ്പെടും. എല്ലാ ഏജിലും പറ്റും കേട്ടോ. ഇപ്പം എൻ്റെ ഒരു ഏജിലാണെങ്കിലും കുഞ്ഞു പിള്ളേരാണെങ്കിലും എല്ലാവർക്കും പറ്റുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് ഇതൊക്കെ. കാരണം ഇതിൽ കൂടുതൽ എണ്ണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലെങ്ത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെക്കിൻ്റെ സൈസിനനുസരിച്ച് കുഞ്ഞാക്കണമെങ്കിൽ കുഞ്ഞാക്കാം, ഇല്ലെങ്കിൽ ഒരെണ്ണം കയറ്റി ഇറക്കിയിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഒത്തിരി ഓപ്ഷനിൽ ഇതിടാൻ പറ്റും കേട്ടോ. നമുക്കിപ്പം ചെറിയൊരു ഇതുപോലെ 2 ഇതായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ ഒരേ ലെവലിൽ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷനുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു ഗോൾഡിനേക്കാളും കൂടുതൽ നമുക്ക് സെലക്ഷൻസ് ഇതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും നമ്മുടെ വീഡിയോസ് പ്രയോജനപ്പെടും കേട്ടോ. ഇങ്ങനത്തെ നൈസ് ചെയിനിൽ ഡെയിലി ഉപയോഗിക്കുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോളേജിലൊക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും ചെറുതായിട്ട് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെയിനൊക്കെ നല്ല രസമാണ്. നൈസ് ആയിട്ടുള്ള ചെയിനുകളാണ്, ഇട്ട് കാണാനും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് P976, റേറ്റ് ഇതിന് 420 മാത്രമേ ഉള്ളൂ, 420. സെയിമിൻ്റെ തന്നെ റോസ് ഗോൾഡിൻ്റെ ഷെയ്ഡാണ് ഇത് കണ്ടില്ലേ. ആ സെയിം പാറ്റേൺ നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. ലെങ്ത് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണം ഇടാം കേട്ടോ. കുറച്ച് നല്ല ലെങ്തി ആയിട്ട് ഒരു 7 പിടിയിലൊക്കെ ഇടാനും ഈ ഐറ്റം പറ്റും. കാരണം ഇത് ഇച്ചിരി കൂടെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 7 പിടി വരെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇതുപോലെ വേറെ ലോക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ 2 ബോൾസ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. മുമ്പ് ഗോൾഡൻ ഷെയ്ഡ് ആയിരുന്നു, ഇത് റോസ് ഗോൾഡിൻ്റെ ഷെയ്ഡ്. നമ്പർ P978, റേറ്റ് വരുന്നത് 420. നമുക്ക് അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതും ഭയങ്കര വെറൈറ്റി ലുക്കാട്ടോ. ഇത് നല്ല രസമായിട്ട് തന്നെ ഒരു പേള് മിക്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇരുന്ന് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ലോക്കറ്റായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് പുറകിലോട്ട് ഇട്ടിട്ട് ഈ ഒരു പേള് തന്നെയായിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കാണിക്കാൻ ആ ഒരു ടൈമിൽ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ദൂരിയിട്ട് കാണിച്ചത്. ഇത് സിമ്പിളാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു നമ്മൾ ആ ലോക്കറ്റ് പോലെ കണ്ടത് ഇതാണ്. ഇതിനൊരു റൗണ്ട് ഡിസൈൻ കണ്ടില്ലേ, അതിലേക്ക് ഈ ഒരു ഐറ്റം ചുമ്മാ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോഴത്തേനും കൊളുത്തായി. വേറെ വലിയ കൊളുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വേണ്ടവർക്ക് എങ്ങനെ ഇടാം. തിരിച്ച് ഈ പേള് തന്നെ കാണാൻ പാകത്തിന് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഭയങ്കര വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ഇത് ഗോൾഡിലൊക്കെ ഇങ്ങനെ മാറി മാറി ഇടാൻ എന്തായാലും അങ്ങനെ വിഷമമുള്ള ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തിന് അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കണ്ടേ. ഇതാകുമ്പോൾ ചെറിയ പൈസയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഇടാനുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. വലിയ പൈസ ഒന്നും പറയാനില്ല, കാരണം അതിൻ്റെ ഭംഗിക്കുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും അത് വളരെ ചെറിയൊരു എമൗണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ഇത് കണ്ടില്ല, ഇത് പേളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചെയിനുകളാണ് കേട്ടോ. ഒത്തിരി കട്ടിയൊന്നുമില്ല, നൈസായിട്ട് വന്നിട്ട് കുഞ്ഞു പേള് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലോക്കറ്റ് പോലെ കിടന്നോളും. കൊടുത്തൂരുന്ന് മനസ്സിലായല്ലോ അല്ലേ, വേറൊന്നുമില്ല. ഇത് ഈ ഒരു പോർഷൻ ഈ റൗണ്ടിൻ്റെ അകത്ത് തിരിച്ചൂരി കഴിഞ്ഞാൽ ഇത് ഊരി വരും, തിരിച്ചിട്ടാൽ മതി. അത്രയേ ഉള്ളൂ. നല്ല രസമില്ല ഇത് കളിക്കാൻ, ചുമ്മാ ഇങ്ങനെ ഇട്ട് കളിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P971, റേറ്റ് 520 ആണ്, 520. നമുക്ക് അടുത്ത് വരുന്നത് സെയിമിൻ്റെ തന്നെ റോസ് ഗോൾഡ് ആട്ടോ. ഇതാണ് സെയിം മുമ്പേ കാണിച്ച പോലെ തന്നെ ആ ഒരു ടൈപ്പ് ലോക്കറ്റാണ് ഇതിലും കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഊരിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ പേൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഗോൾഡ് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പുതിയൊരു ഡിസൈൻ, ഇപ്പോൾ റോസ് ഗോൾഡ് ഇറങ്ങി, അല്ലെങ്കിൽ വേറൊരു സിംഗപ്പൂർ ഗോൾഡിന്റെ ആ ഒരു പുതിയ ഡിസൈൻ ഇറങ്ങി, അപ്പോൾ അയ്യോ ഞാനത് മേടിച്ചു പോയില്ല, അതുകൊണ്ട് ഇപ്പം മേടിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു 400-500 രൂപയ്ക്ക് നമുക്ക് അടുത്ത ഡിസൈൻ എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. മാറി മാറി ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം മേടിക്കാൻ പറ്റും. ഇതും ഞാൻ മുമ്പ് കാണിച്ച സെയിമിന്റെ തന്നെ ആ ഒരു വേറെ വ്യത്യാസമൊന്നുമില്ല, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. റോസ് ഗോൾഡിന്റെ കളർ ഇഷ്ടമുള്ളവർ ഇതെടുത്തോളുക. ഇത് ഭയങ്കര ട്രെൻഡിങ് ആട്ടോ ഈ റോസ് ഗോൾഡ്. ചേരുന്ന ഷെയ്ഡാ മിക്കവർക്കും തന്നെ. എനിക്ക് തോന്നുന്നു പിള്ളേർ സെറ്റിനൊക്കെ ഒത്തിരി ഇഷ്ടമായി ഈ ഒരു കളർ. ഇതിന്റെ നമ്പർ വരുന്നത് P970, റേറ്റ് സെയിം ആട്ടോ, 520. നമുക്ക് അടുത്ത് വരുന്നത് ഇതിങ്ങനെ ഒരു ചെറിയ ലോക്കറ്റ് പോലെ കിടക്കും കേട്ടോ. അത് നോർമൽ ലോക്കറ്റ് അല്ല, ആ ചെയിനെ തന്നെ 2 സൈഡിൽ നിന്നായിട്ട് ആ ഒരു കൊടുത്തിട്ടുള്ള മോഡൽ. ഒരു കുഞ്ഞിലാവും, പിന്നെ എന്താ ECG വരയോ അതുപോലത്തെ ഒരു ഡിസൈനാണ്. അപ്പൊ ഇത് കുഞ്ഞു കുഞ്ഞു ചെയിനുകളാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പമില്ല. എല്ലാവരും നോക്കി നടക്കുന്ന എല്ലാം ഇങ്ങനെ കുഞ്ഞു ചെയിനുകൾ നോക്കിയിട്ടാണ് എല്ലാവരും നടക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. കുഞ്ഞു തിന്നായിട്ടുള്ള ചെയിനുകളാണ് ഇങ്ങനത്തെ മോഡലിനെല്ലാം വരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ആ ഒരു ബാക്ക് ചെയിൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ വരുന്നത് P979, റേറ്റ് 340 രൂപയുള്ളൂ, 340. നമുക്ക് ലാസ്റ്റ് വൺ ഇതാട്ടോ. ഇതും റോസ് ഗോൾഡ് ഷെയ്ഡാണ്. ഇത് സിമ്പിൾ പാറ്റേൺ ആണ്. സെന്ററിൽ ഒരു പേളിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇടുമ്പം നമുക്ക് ആ കഴുത്തിലോട്ട് വെക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഇങ്ങനത്തെ ഒരു പേളിന്റെ ഡിസൈൻ ഒക്കെ വരുമ്പോൾ സിമ്പിൾ ആയിട്ടൊക്കെ അല്ലാതെ ഉപയോഗിക്കാനും നല്ലതാണ്. ഇതിന് പിന്നെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് അതിന്റെ താഴെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൻ്റെ അകത്ത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആലോചിച്ചാലും ഇത് നല്ല ഓപ്ഷനാണ്. കാരണം വലിയ പ്രൈസ് വരാതെ തന്നെ നല്ല ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്ന് പറയാം. നമുക്ക് സ്വർണം കൊടുക്കുന്നതിൽ അത്രയും പ്രീഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്ഥിരം ഉപയോഗിക്കാതിരുന്നാൽ മതി. പക്ഷെ എന്നാലും കുറെ പേർക്കൊക്കെ കിട്ടും കേട്ടോ. എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ ഒത്തിരി നാളത്തിന് കിടന്നോളും. അപ്പം അങ്ങനെ നമ്മളൊരു ഗിഫ്റ്റ് പോലെയൊക്കെ കൊടുക്കാനും നല്ലൊരിതാണ്. അപ്പം നിങ്ങൾക്ക് കുറേ ഐറ്റംസ് ആയിട്ട് കാണണമെങ്കിൽ വെബ്സൈറ്റിലുണ്ട്. ഫോട്ടോസ് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിയിട്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾ ഗിഫ്റ്റായിട്ട് തന്നെ ആയിട്ടുള്ള ഒരു ഇതിലാണ് എടുക്കുന്നതെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ നല്ല ബോക്സിലൊക്കെ ഇട്ട് ഗിഫ്റ്റ് ആക്കി തന്നെ അയച്ചു വിട്ടേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടവർ ഒന്നുകൂടെ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് P980, റേറ്റ് ഇതിന് 340 രൂപയുള്ളൂ, 340.